ഐഫറിൽ ജോയിൻ ചെയ്തതുകൊണ്ട് മാത്രം നെറ്റ് കിട്ടിയ ഒരാളാണ്. എല്ലാം ഐഫർ തന്നെ പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് മാത്രമായിരുന്നു. ഐഫർ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തു അതെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കൊമേഴ്സിൻ്റെ ടീം തന്നെ എല്ലാ ടീച്ചേഴ്സും, റമീസ് സാറ്, ഫൈസൽ സാറ് എല്ലാവരും തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ചാൽ വേഗം ക്ലിയർ ചെയ്ത് തരായിരുന്നു അവർ. ജസ്റ്റ് പാസ്സായി ഇതുവരെ എത്തിയിട്ടുള്ള ഒരാളാണ് മാത്സിൽ ഞാൻ. ആ മാത്സ് എത്രത്തോളം മനോഹരമായി പഠിക്കാൻ പറ്റും, എത്രത്തോളം എളുപ്പമാണ് എന്നൊക്കെ മനസ്സിലാക്കിയത് അനീസ് സാറിൻ്റെ ക്ലാസ് കൊണ്ടാണ്. എൻ്റെ പേര് മുൻഷ. ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ 2025 നെറ്റ് ക്വാളിഫൈഡ് ആയി. എൻ്റെ വീട് മലപ്പുറം തന്നെയാണ്. കൊമേഴ്സിലാണ് ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തത്. ഐഫറിൽ വന്നതുകൊണ്ട് മാത്രം നെറ്റ് ക്വാളിഫൈ ചെയ്ത ഒരാളാണ് ഞാൻ. ഇത് എൻ്റെ 5ാമത്തെ അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ തമാശയിൽ പോയി എഴുതാന്നുള്ളൊരു രീതിയിൽ എഴുതിയതാണ്. ഞാൻ ഡിസംബറത്തെ ബാച്ചിലായിരുന്നു ഐഫറിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് PhD ആണ് അഡ്മിഷൻ, PhD ക്വാളിഫിക്കേഷൻ ആണ് കിട്ടിയത്. അന്ന് ഞാൻ ശരിക്കും പ്രിപ്പയർ ഒന്നും ആയിരുന്നില്ല. ഐഫറിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ ഇപ്പോൾ ജൂണത്തെ എക്സാമിന് വേണ്ടി ഐഫറിൽ ഒന്നുകൂടി ഫീ ഒക്കെ കൊടുത്തിട്ട് ജോയിൻ ചെയ്തതായിരുന്നു റീബാച്ചിൽ. അപ്പോൾ ഐഫറിൽ ജോയിൻ ചെയ്തതുകൊണ്ട് മാത്രം നെറ്റ് കിട്ടിയ ഒരാളാണ്. പിന്നെ പറയുകയാണെങ്കിൽ ജൂണത്തെ എക്സാമിന് കറക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 60 ദിവസമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആ 60 ദിവസവും ഞാൻ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഡെയിലി വായിച്ചിട്ടുണ്ട്. അതെല്ലാം ഐഫർ തന്നെ പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് മാത്രമായിരുന്നു. ഐഫർ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തു അതെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഐഫറിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, പക്ഷെ ഞാൻ പറയാം, ഐഫറിലൂടെ മാത്രം കിട്ടിയതാണ് വീണ്ടും പറയുന്നത്. അതുപോലെ അനീസ് സാറും എല്ലാവരും, ആ ടീമും, കൊമേഴ്സിൻ്റെ ടീം തന്നെ എല്ലാ ടീച്ചേഴ്സും, റമീസ് സാറ്, ഫൈസൽ സാറ് എല്ലാവരും തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ചാൽ വേഗം ക്ലിയർ ചെയ്ത് തരായിരുന്നു അവർ. അതുപോലെ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് മിസ്രിയാണ്, ഞങ്ങളെ കോർഡിനേറ്റർ ആയിട്ടുള്ള മിസ്രിയ. ഒരുപാട് ചെറിയ ഓരോ പൊട്ട ഡൗട്ടുകൾ വരെ ഞാൻ മിസ്രിയോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം മിസ്രി എനിക്ക് അപ്പോൾ മറുപടി തന്നിട്ടുണ്ട്. മിസ്രിയ എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഐഫറിൽ വന്നിട്ടാണ്. അപ്പോൾ അതിനെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ട് അനീസ് സാറിൻ്റെ മാത്സിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ്. മാത്സിന് ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ്. ജസ്റ്റ് പാസ്സായി ഇതുവരെ എത്തിയിട്ടുള്ള ഒരാളാണ് മാത്സിൽ ഞാൻ. ആ മാത്സ് എത്രത്തോളം മനോഹരമായി പഠിക്കാൻ പറ്റും, എത്രത്തോളം എളുപ്പമാണ് എന്നൊക്കെ മനസ്സിലാക്കിയത് അനീസ് സാറിൻ്റെ ക്ലാസ് കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്തതിന് നന്ദി പറയാനുള്ളത് അനീസ് സാറോടാണ്. അതുപോലെ ഐഫറിൻ്റെ എല്ലാ ടീമിനോടും. പിന്നെ എനിക്ക് ഏറ്റവും സപ്പോർട്ടായി നിന്ന് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മോന് 2.5 വയസ്സാണ്. അപ്പോൾ മോന് ആള് കുറച്ചൊരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ മോനെ വെച്ച് പഠിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതെല്ലാം മാനേജ് ചെയ്ത് പഠിക്കാൻ കഴിഞ്ഞത് ഐഫറിലോണ്ട് മാത്രമാണ്. ഐഫർ ഇടയ്ക്കിടയ്ക്ക് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ ഒരു കോൾ ചെയ്യാറുണ്ടായിരുന്നു, എവിടെത്തി പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമ്മൾ ഡീമോട്ടിവേറ്റ് ആയിരിക്കുന്ന സമയത്തായിരിക്കും ആ കോൾ വരുന്നത്. ആ കോൾ വരുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും മോട്ടിവേറ്റ് ആവും. അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മ ഇല്ലെങ്കിൽ എനിക്കത് ഒരിക്കലും പോസിബിൾ അല്ല. ഞാൻ ഈ പഠിക്കുന്ന ടൈമിലെല്ലാം എൻ്റെ മോനെ നോക്കിയിരുന്നത് എൻ്റെ ഉമ്മയാണ്. അതുപോലെ എൻ്റെ ഉപ്പ, ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഓൾ ഐഫർ.